അത്രയും പ്രിയപ്പെട്ട ഒരാൾ, അതായത് ജീവിതത്തെ മൊത്തം ട്രാൻസ്ഫോം ചെയ്തു എന്നൊക്കെയാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത്. അങ്ങനെ ഒരാളെയാണ് ഈ ദുർനടപ്പുകാരി എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളുടെ ഒരുമിച്ചുള്ള ഫോട്ടോകളുടെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഫോട്ടോകൾ മൊത്തമായിട്ട് കോപ്പി ചെയ്ത് വിട്ടിട്ട് സ്ലോ മോഷനിൽ ഇട്ടിട്ട് യൂട്യൂബിൽ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ള കഥകൾ. അങ്ങനെ ഇപ്പോൾ കണ്ണൂർക്കാരുടെ ഒരു ശൈലി ഉണ്ടല്ലോ, അവർക്ക് വരുന്ന ഒരു രക്തത്തിളപ്പുണ്ട്, എല്ലാവരെയും അല്ല, അതിലുള്ള യുവാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു രക്തത്തിളപ്പുണ്ട്. അത് മുഴുവനായി പ്രതികരിക്കും പെട്ടെന്ന്. ചിലപ്പോൾ അത് കായികമായിട്ടായിരിക്കാം, ചിലപ്പോൾ അത് വാക്കുകളെ കൊണ്ടായിരിക്കാം. ഇതെങ്ങനെ പിടിച്ചു വയ്ക്കുന്നു? ഈ പ്രതികരണം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്ന ഒരുത്തനാണ് ഞാൻ. എൻ്റെ ടമ്പർ തെറ്റിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുന്ന പറയാമല്ലോ. എസ്പെഷ്യലി ഈ പറയുന്ന ആ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട്. പച്ചമലയാളത്തിൽ മായും കായും പൂയും തായും ചേർത്ത് വിളിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. എൻ്റെ ഒരു വിഷയമായെങ്കിൽ ഞാൻ വിടും, പോട്ടെ. ആ പാവം പെണ്ണിനെ എന്തിനാണ് തെറി വിളിക്കുന്നത്? എന്തിനാണ് നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ എന്തിനാണ് പോയി പറയുന്നത്? പോട്ടെ, എന്നെ പറയുന്നുണ്ട്, എന്നെ ഇഷ്ടം പോലെ പറയുന്നുണ്ട്, എൻ്റെ കുടുംബത്തെ അടക്കം പറയുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മേനെ അടക്കം, എൻ്റെ മരിച്ചുപോയ അച്ഛനടക്കം പറയുന്നുണ്ട്. ഞാൻ കേട്ടിട്ട് ഇതിലേക്കും വിടും. എന്നുവെച്ചാൽ അത് കുറേ കാലം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ക്ഷമാശീലമാണ്. ഇതൊക്കെ വിളിക്കാനും പറയാനും അറിയാനില്ല. എന്ന് വെച്ചാൽ ഈ കാണുന്നതിൽ ഭൂരിഭാഗം നല്ല കമൻറ്റ് വരുന്നവരുണ്ട്. എന്ന് വെച്ചാൽ എന്നെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഒരാൾ സന്തോഷിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അത് സന്തോഷമുള്ള ആൾക്കാർ, നല്ല കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ട്, നല്ല പ്രേക്ഷകരുണ്ട്, നല്ല നമ്മളെ ഈ സീരിയലിലൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന അമ്മമാരും കുടുംബാംഗങ്ങളും ഇവരൊക്കെയുള്ള ആണ് ഞാൻ ഈ ചെയ്യുന്ന ഇൻ്റർവ്യൂ കാണുന്നവരുണ്ടാവും. ഇവരുടെക്കൊക്കെ എനിക്കൊരു റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ അവർ കൂടി കാണേണ്ടതായതുകൊണ്ട് എനിക്കൊരു തെറിവാക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല. ഇതൊക്കെ പറയാൻ അറിയുന്ന ആളാണ്, നല്ലോണം വിളിക്കുന്ന ആളാണ് ഞാൻ. ഫ്രണ്ട്സിൻ്റെ അടുത്ത് വിളിക്കുന്ന ആളാണ്. പക്ഷേ അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ബാക്കിയുള്ളവരുടെ മുമ്പിൽ ചെയ്യാൻ പാടില്ല എന്നുള്ള ബോധം എനിക്കുള്ളതുകൊണ്ട് ഞാനൊന്നും വിളിക്കുന്നില്ല. പക്ഷേ അത്രക്കും ദേഷ്യം എനിക്കിതൊക്കെ കാണുമ്പോൾ വരുന്നുണ്ട്. എനിക്ക് പ്രശ്നമല്ല, പക്ഷെ അവളത് കണ്ട് വിഷമിക്കുന്നത് കാണുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇൻ്റർവ്യൂവിൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, കമൻറ്റോളികൾ നിങ്ങളുടെ വാക്കുകൾ സൂക്ഷിച്ച് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ എനി പൊട്ടിത്തെറിക്കുന്നത് ഞാനായിരിക്കും. ഞാൻ തീർച്ചയായും പച്ചത്തെറിയാൻ വിളിച്ചു പറയും. അത് വീട്ടിലിരിക്കുന്ന അച്ഛനായാലും ശരി, അമ്മയായാലും ശരി, ആയാലും ശരി, അത് കേൾക്കേണ്ടി വരും. ഇപ്പം ഈ നിങ്ങൾ തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പ്, അപ്പോൾ അത് ഏറ്റവും അധികം അതിൻ്റെ ഹോട്ട് ന്യൂസ് പോലെയൊക്കെ ആളുകൾ അവതരിപ്പിക്കാൻ തുടങ്ങിയത് വെളുത്ത ഷർട്ടും ഡെനിം ജീൻസ് ഇട്ട് നിങ്ങൾ നടത്തിയ ഒരു ഫോട്ടോഷൂട്ടായി. എന്തായിരുന്നു അതിൻ്റെ സാഹചര്യം? അതിൻ്റെ സാഹചര്യം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഫ്രണ്ട്സുകൾ കൂടിയിട്ട് ഒരു ട്രിപ്പ് പോലെ, ഒരു ബീച്ച് സൈഡിലുള്ള അവിടെ ഒരു ട്രിപ്പ് പോലെ പോയിട്ടുണ്ടായിരുന്നു. അതിലൊരു പയ്യനുണ്ടായിരുന്നു, ജിഷ്ണുവിൻ്റെ അവൻ ക്യാമറയും കൊണ്ട് വന്നിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാം കേട്ടാ. ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആർട്ടിസ്റ്റുകൾ വെറുതെ വിടുവോ? ക്യാമറക്ക് മുമ്പിൽ നമ്മളെ ഫുൾ ഫിഗർ, നമ്മളെ ക്ലോസ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണല്ലോ നോർമലി ആർട്ടിസ്റ്റുകൾ. അപ്പം പിന്നെ ശരി എടുത്തേക്കടാ നമുക്ക് പറഞ്ഞിട്ട് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും അങ്ങനെ കുറേ എടുത്തു. അങ്ങനെ കുറേ എടുത്ത വീഡിയോ, അത് എപ്പോൾ എടുത്തതാ? കുറേ കാലം മുമ്പ് എടുത്തതാണ്. ഇതൊന്നും ഞാൻ പോസ്റ്റ് ചെയ്യാതിരിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഇവിടേക്ക് പറയാടി, എന്നെ തൊട്ട വൈറലാണ്. എൻ്റെ കൂടെ ഒരു പെണ്ണ് ഫോട്ടോ ഇട്ടോ, അപ്പം പിന്നെ പിറ്റേ ദിവസം ജിഷിൻ്റെ കൂടെ കണ്ട പെണ്ണാരാണ് എന്ന് പറഞ്ഞിട്ടില്ല തംബ്നെയിൽ വരും. അത് കേൾക്കണോ? എന്നാ ചേട്ടാ എനിക്ക് വയ്യ, ചീത്തപ്പേരൊന്നും കേൾക്കാണ്ട് ഇത്ര കാലം ഞാൻ ജീവിച്ചു, ഇനി എന്തിനാണിത് എന്ന് പറഞ്ഞിട്ട് ഇവളുടെ ബർത്ത്ഡേക്ക് ഞാൻ അവളുടെ ചേച്ചിയൊക്കെ കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ചേച്ചി എല്ലാ ബർത്ത്ഡേക്കും അവൾ തിരുവനന്തപുരത്തുണ്ടെങ്കിൽ അവർ കേക്ക് വാങ്ങി കട്ട് ചെയ്തു. അപ്പോൾ എന്നെയും വിളിച്ചു. ഞാൻ അവിടെ ഷൂട്ടുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തു? ഞാനും പോയി. അപ്പം ഈ കേക്കിൻ്റെ മുകളിൽ ലവ് യു ആമി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സഹോദരിയാന്ന് വാങ്ങിച്ചു കൊടുത്തത് കേക്ക്. ഇതിൽ ഞാനത് പങ്കെടുക്കാൻ വേണ്ടി പോയി. ഈ കേക്ക് എടുത്തിട്ട് ഞാൻ ഈ കേക്കിൻ്റെ കൂടെ ആ കേക്കിൽ എഴുതിയ പിന്നെയാണ് ഞാൻ കാണുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഈ കമൻറ്റ് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ മുകളിൽ ഇതായിരുന്നു എഴുതിയത്. ഞാൻ ഈ കേക്ക് എടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുത്ത് ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട് തീർന്നു. 50,000 ലൈക്കും പിന്നെ കമൻറ്റും വൈറലായി. ഞാൻ പറഞ്ഞു പോയി, ഇത് കൈവിട്ട് പോയി മോളെ, ഇത് ഇനി വൈറലായി. ഇനി പറഞ്ഞിട്ട് കാര്യം, ഇനിയിപ്പോൾ നമ്മളതിനെ നോക്കേണ്ട ആവശ്യം, നമ്മൾ പോകുന്നത് നമ്മുടെ സന്തോഷം നമ്മളെന്തിനാ ഹൈഡ് ചെയ്ത് വെക്കുന്നത്? എൻ്റെ ഫോണിൽ ഗാലറിയിൽ നിറച്ച് നമ്മൾ പോയില്ല ട്രിപ്പ് പോയിട്ടുള്ളതും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ സിനിമക്ക് പോകുമ്പോൾ എടുത്തതും ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. ഇതെന്തിനാ എൻ്റെ ഫോണിൽ തന്നെ വെക്കേണ്ട ആവശ്യം എന്താ? ഇത് നമ്മുടെ സന്തോഷങ്ങളല്ലേ. ഇത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടൂടെ, നമുക്ക് ഫേസ്ബുക്കിൽ ഇട്ടൂടെ, അതിനെന്താ കുഴപ്പം? അത് പറഞ്ഞിട്ടാണ് പിന്നെ 1-2 ഫോട്ടോസും വീഡിയോസും. ആ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം നല്ലൊരു പാട്ടും കിട്ടി. അത് എനിക്ക് ഈ എഡിറ്റിങ്ങും വെറുതെ കുറച്ച് വീഡിയോസൊക്കെ കിട്ടി കഴിഞ്ഞാൽ അതിങ്ങനെ എഡിറ്റ് ചെയ്ത് ആക്കി സ്വയം കണ്ട് തൃപ്തി അടയാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാറ് കണ്ടിട്ടുണ്ടാവും. എൻ്റെ പോസ്റ്റ് അതൊക്കെ ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നതാണ്. ചില ഷോട്ടുകളൊക്കെ ഞാൻ തന്നെ പറഞ്ഞു വെപ്പിക്കുന്നത്. അപ്പോൾ മൈൻഡിലൊരു പാട്ടുണ്ടാവും. ആ പാട്ട് ചിലപ്പോൾ സിങ്കായി വരും. സിങ്കായി വരുമ്പോൾ അതങ്ങ് ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു സുഖം. അങ്ങനെ ഇട്ടാണ് ആ ഒരു വീഡിയോ.
ആ ഒരു സ്ഥലത്ത് നമ്മൾ പോയപ്പം എനിക്ക് തോന്നുന്നു ഒരു 5-6 മാസം മുമ്പേ കാറ്റാണ് പോയപ്പം എടുത്ത ആ വീഡിയോ ആണ് ഇട്ടത്. അതാണ് ഈ കയറിയിട്ട് എയറിലാക്കി കളഞ്ഞത്. നമ്മൾ 2 പേരെ എയറിലാക്കിയത്. അതുള്ളൂ. അല്ല അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇത് കൗതുകം കൊണ്ട് ചോദിക്കുന്നതാണ്. ഒരേ നിങ്ങൾക്ക് കൗതുകം അല്ലെങ്കിൽ ഇച്ചിരി കൂടുതലാണല്ലോ ഈ ഒരേ പാറ്റേണിലുള്ള ഡ്രസ്സ് അതൊക്കെ സാധാരണ കപ്പിൾ ഇടുന്നതാണല്ലോ. അതെ. അതെങ്ങനെ സംഭവിച്ചപ്പോൾ? അതാണ് ഞാൻ പറഞ്ഞത്. മുകളിലൊരു ബോണ്ടിങ് ഉണ്ടല്ലോ. മിക്കവാറും എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും എടുത്തിട്ട് ഇറങ്ങുമ്പോൾ നോക്കുമ്പോൾ ഇവള് അതന്നെ ഇട്ടിട്ട് വന്നിട്ടുണ്ടാവും. അതേ കളറിന് ഏകദേശം അതേ കളറും മാച്ചിങ് ആയിട്ടുള്ള. അത് പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല, ചിലപ്പോൾ അതൊക്കെ അങ്ങനെ ആവും. അന്നത്തെ വൈറ്റ് ആൻഡ് ഡെനിം അത് രണ്ടാളും വൈറ്റ് പറഞ്ഞിട്ടിട്ടാണ്, എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അതിനായിട്ടിട്ടായിട്ട് സാധ്യതയില്ല, അങ്ങനെ വന്നു പോയതായിരിക്കും. മിക്കവാറും ഓട്ടോമാറ്റിക്കായിട്ട് വരാറുണ്ട്. ചിലപ്പോഴൊക്കെ പറഞ്ഞിടും, ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ പറഞ്ഞിട്ടിടും. എൻ്റെ ഒരു അവാർഡിൻ്റെ ഇതിന് പോകുമ്പോഴോ പറഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ച് പോകുന്നുണ്ട്, നമുക്ക് ഏകദേശം മാച്ചിങ് ഇടാം, വിളിവിടാം, അങ്ങനെ അത് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോയിട്ട്. അല്ലാതെ മിക്കവാറും ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. എന്താ എന്നുള്ള മനുഷ്യന് എത്ര ഇഷ്ടം? ഒരു ക്വാളിറ്റി ഉണ്ടാവുമല്ലോ. ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ സത്യസന്ധത ഉണ്ടാവും ചില ആളുകൾക്ക്, എന്ത് ഉൾക്കൊള്ളാനുള്ളൊരു കഴിവുണ്ടാവും, ചിലപ്പോൾ ക്ഷമാശീലം ഉണ്ടാവും. അങ്ങനെ എന്താ അമ്മേനെ എത്ര ഇഷ്ടം? മെയിനായിട്ടുള്ള ക്ഷമാശീലം സമ്മതിക്കണം. എന്ന് വെച്ചാൽ എന്നെ സഹിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. മേ ബി അതൊക്കെ കൊണ്ടായിരിക്കും ഞാൻ ഡിവോഴ്സ് ആയിട്ടുണ്ടാവുക. എന്നെ സഹിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ്. ഞാൻ ഇച്ചിരി ഒരു സൈക്കോ ടൈപ്പ് ഒരാളായിട്ടാണ് പുറമേ ഉള്ളവർ കാണുന്നതും. ഒരു ഏറെക്കുറെ അതിൻ്റെയൊക്കെ ഒരു വശങ്ങൾ നമ്മളതിലും ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ചിന്ത. ഒന്ന് ഈ എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി പറയുന്നൊരു സ്വഭാവം. അത് ആരെന്ത് പറയുന്നു അതിനെക്കൊണ്ട് എനിക്ക് ശത്രുക്കൾ ഉണ്ടാവുമോ എന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല. ഇങ്ങനെ പറയുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. പിന്നെ എന്ത് കണ്ടു കഴിഞ്ഞാൽ ഒപ്പം തന്നെ പ്രതികരിക്കും ഇങ്ങനെ. പക്ഷേ എന്നെ സഹിക്കാൻ ഇച്ചിരി പാടാണ്. ആ സഹനശക്തി വേണ്ടുവോളം കിട്ടിയിട്ടുള്ളൊരു കുട്ടിയാണ് അമ്മയെ. ഇത് ഈ പറഞ്ഞത് നമ്മൾ കൊണ്ടുപോയി കല്യാണം കഴിക്കുക പിടിക്കുക എന്നുള്ളതല്ല. ഞാൻ പറയുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബോണ്ടിങ്ങാണ് ഞാൻ പറയുന്നത്. നമുക്ക് പരസ്പരം മനസ്സിലാക്കുക. ഇപ്പം ബ്രോൻ ഉണ്ടാവില്ല, വിഷ്ണു ഉണ്ടാവില്ല, ഒരു സുഹൃത്ത്, ഒരു പെൺ സുഹൃത്ത് ഉണ്ടാവും, ഇല്ലേ? നമ്മൾ എന്തും പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്, എപ്പോഴും വിളിക്കാൻ പറ്റുന്ന, വേറെ ആരുടെ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അതിപ്പം ഇച്ചിരി ആണെങ്കിൽ പോലും പറയാം സ്വാതന്ത്ര്യം എന്ന് വെച്ചിട്ട് അവർ തമ്മിൽ അങ്ങനെ മോശം റിലേഷൻഷിപ്പ് ഉണ്ടാവണമെന്നില്ല. അത് പറയാൻ പറ്റുന്ന ഒരു ചങ്ക് ഉണ്ടാവില്ലേ, അങ്ങനെ ഒരു ചങ്കാണ് അവളെ. എനിക്ക് അവ വന്ന് എനിക്ക് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ 3 വർഷത്തോളം, ഞാൻ പറഞ്ഞില്ല 2 വർഷത്തോളം ഞാനിങ്ങനെ ഒറ്റപ്പെട്ട് അതിൽ നിന്ന് വീണ്ടും കുറച്ച് ചിരിക്കാനും കളിക്കാനും ബാക്കിയുള്ളവരോടും മിങ്കിൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമ്മൾ ആ ഒരു സ്വഭാവങ്ങളൊക്കെ മാറ്റിയെടുത്ത് പോകാനും സഹായിച്ചത് അവളെ തന്നെ. അല്ല പക്ഷേ ജിഷൻ, ഇപ്പം നമ്മൾ ആളുകളാൽ ശ്രദ്ധിക്കപ്പെടുന്ന ആളാണ്, നമ്മളൊരു സെലിബ്രിറ്റിയാണ്. ഒരാളോട്, അതായത് കൂടെയുള്ളൊരു സെലിബ്രിറ്റിയോട് ഇത് തുറന്നു പറയാൻ നമ്മളെ തടയുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. നമ്മൾ ഈ കാര്യം അറിഞ്ഞാൽ ഇവരെ നമ്മളെ ജഡ്ജ് ചെയ്യോ, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളവിടെ തുറന്നു പറയണം. ആ കാര്യം എങ്ങനെയാണ് അമ്മയിൽ ക്രാക്കായത്? ഇത്രയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം, അവർ നമ്മളെ ഉൾക്കൊള്ളും, നമ്മളെന്താണോ അങ്ങനെ ഉൾക്കൊള്ളും, അങ്ങനെ അത് ആ സമയം ഓർമ്മയുണ്ടോ? സമയത്ത് ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് അവരോട് പറഞ്ഞത്, പണ്ട് എപ്പോഴും പൂക്കാലം പരമായി സീരിയൽ ചെയ്യുന്ന സമയത്ത് ആ ചേട്ടൻ ഉള്ളപ്പോൾ ഒരു ലൊക്കേഷനിൽ ഞാൻ പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല. സാധാരണത്തിൽ ഞാൻ വായി നോക്കേണ്ടതാണ്, ഞാൻ പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല. പക്ഷേ നമ്മൾ പിന്നെ ഞങ്ങൾ പരിചയപ്പെടുന്നത് കന്യാദാനം എന്ന് പറയുന്ന ലൊക്കേഷനിൽ ദേവൻ ചേട്ടൻ ഉണ്ടായിരുന്നു, കന്യാദാനം. അതിൽ ദിവ്യദർശൻ എന്ന് വെച്ചാൽ കാളിദാസ കലാകേന്ദ്രയുടെ പിന്നെ സന്ധ്യ ചേച്ചി രാജേന്ദ്രൻ്റെ മോഹൻ, ദിവ്യദർശനായിരുന്നു അന്നേരം ഡയറക്റ്റ് ചെയ്തോട്ടുണ്ട്. അപ്പം ദിവ്യദർശനും ഇവളും പ്രണയ വർണ്ണങ്ങൾ എന്ന് പറയുന്ന കെ രാജുവിൻ്റെ സീരിയലിൽ അവർ പെയറായിട്ട് ചെയ്തതാണ്. അപ്പോൾ അവർ ഭയങ്കര സുഹൃത്തുക്കളാണ്, ഭയങ്കര ചങ്ക് ഫ്രണ്ട്സാണ്, ആടാ പോടാ വിളിയാണ്. അപ്പം ദിവ്യന് ഇതിലൊരു പോലീസ് ക്യാരക്ടർ വന്നപ്പം എന്നെ പിടിച്ചോണ്ട്, എൻ്റെ ക്യാരക്ടർ വിനയൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ പിടിച്ചുകൊണ്ട് പോകുന്ന ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ഗസ്റ്റ് റോൾ പോലെ ഒരു പോലീസ് ഓഫീസറായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് അവൾ വന്നത്. അപ്പോൾ വന്ന് ഫസ്റ്റ് ദിവസം ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ അപ്പം ഞാൻ ഈ ഒരു പരാതി അല്ലെങ്കിൽ എൻ്റെ പെറ്റീഷൻ കൊടുക്കുന്നുണ്ട്. ആ പെറ്റീഷൻ കാണിച്ചിട്ട് അത് വായിച്ച് നോക്കുന്നുണ്ട് ഇവൾ. അപ്പോൾ ആദ്യമായിട്ടാണ് എന്നെ പരിചയപ്പെടുന്നത്. ഇതിന് ശേഷം ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവൾ പറഞ്ഞത്, മണിമുത്ത് എന്ന് പറയുന്ന ഞാൻ മനോരമ ചെയ്തിട്ടുന്ന സീരിയലിൽ എൻ്റെ പേരായിട്ട് ഇവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ജിഷനാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് പറഞ്ഞത് അല്ലാതെയാണ് എൻ്റെ ചീത്തപ്പേര് കാരണം ക്യാരക്ടർ ഒഴിവാക്കിയവളാണ് ഇവൾ. ഏത് എൻ്റെ പേരായിട്ടുള്ള ക്യാരക്ടർ മണിമുത്തിൽ ഒഴിവാക്കിയവളാണ്. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഓൾറെഡി ഒരു ലൊക്കേഷനിൽ ഇവൾ എൻ്റെ എക്സുമായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് എന്നെപ്പറ്റി കുറേ കേട്ടിട്ട് തന്നെയാണ് ഇവിടെ വന്നത്. ഓക്കെ, ഗസ്റ്റ് റോളല്ലേ, ഒന്ന് ചെയ്തിട്ട് പോകാം. അപ്പോൾ വന്ന് ഫസ്റ്റ് ഞാൻ പെറ്റീഷൻ കൊടുക്കുന്നത്. അപ്പോൾ പെറ്റീഷൻ എഴുതാൻ വേണ്ടി ആർട്ടുകാർ പേപ്പർ തന്നിട്ടായിരുന്നു.
അപ്പോൾ പെറ്റീഷൻ ഒന്നും എഴുതിയില്ല, ഇവന്മാർ വെറുതെ പറഞ്ഞു. ഞാൻ ഇത് വെള്ളക്കടലാസിലാണ് അവിടെ പെറ്റീഷൻ കൊടുക്കുന്നത്, അത് വായിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ വല്ല ഷോട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, ചേട്ടൻ നിങ്ങൾ എഴുത്. അത് ഞാൻ എഴുതി വെച്ച്, പൊന്നു മാഡം എന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്യണം, നിങ്ങളാണ് അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ മനസ്സാ ഇത് ഭരിക്കും എന്ന് പറഞ്ഞു. നിങ്ങൾ സൂപ്പറാണ്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് നിങ്ങളെ കണ്ടോട്ടെ എന്ന് വെച്ചാൽ കോഴിത്തരം. ഞാൻ എഴുതി തമാശക്ക് അത് വായിച്ച്. അപ്പോൾ ദിവ്യനൊക്കെ അത് വായിച്ച് ദിവ്യൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു, അവിടെ വെച്ച് കൊടുത്തു. പക്ഷേ ഇവൾ അന്നേരം അത് വായിച്ചില്ല കേട്ടോ. അയാൾ പിന്നെ ഇത് കഴിഞ്ഞ് ഷോട്ടിൽ ഇതെടുത്ത് പെറ്റീഷൻ ഇങ്ങനെ വായിക്കുന്ന പോലെ അഭിനയിക്കുകയാണല്ലോ, വായിക്കുന്നൊന്നുമില്ല, ഇതെങ്ങനെയാക്കി പറയൂ എന്ന് പറഞ്ഞിട്ട് ഡയലോഗ്. ഇത് കഴിഞ്ഞ പാടെ ഞാൻ ചോദിച്ചല്ല അത് പെറ്റീഷൻ വായിച്ചില്ലേ? ഇല്ല ഏട്ടാ, എന്താണ്? നമ്മൾ വായിച്ച് നോക്കിയിട്ടാണ് ഇവൾ ചിരിക്കുന്നത്. പിന്നെയാണ് അവളത് വായിക്കുന്നത്. അപ്പോൾ അവൾക്ക് ആദ്യമേ ഒരു സൂചന അവിടെ കൊടുത്തിരുന്നത്, ജിസ്നാണ് അവിടെ ഇരിക്കുന്നത്, ഇവർ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് എന്തെങ്കിലും ഒരു പണി കൊടുക്കും, പുതിയതായിട്ട് വരുന്നതൊക്കെ നമ്മൾ ചെറിയൊരു റാങ്ക് പോലെ എന്തെങ്കിലും പരിപാടി കൊടുക്കും. അപ്പം അതിൽ വീഴുന്ന ഞാൻ വിചാരിച്ച, പക്ഷേ വീണില്ല. അത് ലൊക്കേഷനിൽ ഉണ്ടാകുന്ന കുറേ ഫണ്ണി സാധനങ്ങളാണ്. ഓരോരുത്തർക്ക് ആദ്യമായിട്ട് അഭിനയിക്കാൻ വരുന്നവരെ നമ്മൾ വെറുതെ ഒന്ന് ഇതാക്കി വിടും, പേടിപ്പിക്കലല്ല, എന്തെങ്കിലും അവരെ തെറ്റിപ്പിക്കും. ചേട്ടാ അവിടെ പോയിട്ട് കാലോട്ട് വന്നിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോയി കാലോട്ട്, അപ്പോൾ ഡയറക്റ്റ് ചേട്ടാ എന്തിനാണ് കാലോട്ട് വന്നിരിക്കുന്നത്? അപ്പോൾ നമുക്ക് കണ്ട് ചിരിക്കാൻ ഒരു ചെറിയ ചെറിയ ഫണ്ണി കുസൃതികൾ അങ്ങനെയുള്ള ഒരു സാധനം ചെയ്ത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്, ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുന്നത് അവിടെ നിന്നാണ്. പിന്നെ നമ്മൾ വാങ്ങി നമ്മളിങ്ങനെ മെസ്സേജൊക്കെ അയച്ച് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ബോണ്ടിങ് ആയി വന്ന്. പിന്നെയാണ് ട്രിപ്പുകളെ പറ്റി. അങ്ങനെ നമ്മൾ ഒരു ട്രിപ്പൊക്കെ പോയി. എവിടേക്കാണ് ആദ്യ യാത്ര പോയത്? അവൾ ആദ്യം ഒരു ഇടുക്കിയിൽ നമ്മുടെ എൻ്റെ ഭാര്യയായിട്ട് അതിൽ അഭിനയിക്കുന്ന ഐശ്വര്യ. അപ്പോൾ ഇവള് കുറച്ച് ഡയറക്ഷൻ പരിപാടി ഒക്കെ കൂടിയുണ്ട്. എന്ന് വെച്ചാൽ ഓരോ റിസോർട്ടുകളും ഒക്കെ ആയിട്ടുള്ള ടൈപ്പിൽ കൊളാബും കാര്യം. അപ്പോൾ ആർട്ടിസ്റ്റുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന ഐശ്വര്യ അപ്പം റീസെൻ്റ്ലി കല്യാണം കഴിഞ്ഞതാണ്. അപ്പോൾ ഐശ്വര്യയും ഭർത്താവിനും കൂടി അവിടെ ഒരു ഇത് കൊടുത്തിട്ട് അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 4 പേരും കൂടി അവിടെ ഇടുക്കിയിൽ ഓരോ റിസോർട്ടിൽ അതിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ബോണ്ടിങ് ആയി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ചേട്ടന് സുഖമില്ലായിരുന്നു. ചേട്ടൻ്റെ ഒരു വിഷമഘട്ടങ്ങൾ, അദ്ദേഹത്തിന് വയ്യാതായിരുന്നു, ഇപ്പം മരിച്ചു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് പ്രഷറിലുണ്ടായിരുന്ന ഒരു അവസ്ഥയായിരുന്നു. അവൻ ബാംഗ്ലൂരായിരുന്നു, അവിടെ ആരും നോക്കാനില്ലായിരുന്നു. എനിക്കാണെങ്കിൽ ഇവിടുന്ന് പോകാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലൊക്കെ അവൾ കുറേ കൂടെ നിന്നിട്ടുണ്ട്, കുറേ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ടെൻഷൻ അടിച്ച് പ്രഷർ ചെയ്യേണ്ടത് എനിക്കത് ലൈറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു അവൾ. അപ്പോൾ അങ്ങനെയുള്ള കുറേ സിറ്റുവേഷൻസുകളിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കുന്നതാണ്. ഓരോരോ സിറ്റുവേഷൻ വരുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവുക ഈ ഘട്ടങ്ങളിൽ നമ്മളെ കൂടെ നിൽക്കുന്ന ആരൊക്കെ ഉണ്ടാവുന്നുള്ളത്. ചിലപ്പം നമ്മൾ സന്തോഷത്തിനും കള്ളു കുടിക്കാനും വലിക്കാനും പിടിക്കാനൊക്കെ കുറേ പേര് നിന്ന് വരും. പക്ഷേ നമുക്കൊരു വിഷമഘട്ടം വരുമ്പം ഒരാളടുക്ക് വിളിച്ചിടാ അളിയ ഒരു 1000 രൂപ അയക്കാണ്ടോ, ഇല്ല അളിയ എൻ്റെ ഇപ്പോൾ അത് അവിടെ കൊടുത്തു തീർത്തേ ഉള്ളൂ എന്ന് പറയുന്ന കൂട്ടുകാരാണ് നമുക്ക് പലർക്കും കണ്ടിട്ടുള്ളത്. പക്ഷേ അങ്ങനെയല്ല, പൈസൻ്റെ അല്ല ഞാൻ പറയുന്നത്, മൊത്തത്തിൽ നമ്മൾ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, മോറൽ സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു കാര്യം, അത് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒന്ന് ഭയങ്കര ദൈവവിശ്വാസം, ഞാൻ പറഞ്ഞില്ലേ കൃഷ്ണഭക്തയാണ്. അപ്പം അത് തന്നെ ഞാൻ വല്ലപ്പോഴൊക്കെ അമ്പലത്തിൽ പോകുന്ന നിരീശ്വരവാദിയല്ല, ദൈവവിശ്വാസിയാണ്. പക്ഷേ എന്ന് വെച്ച് എപ്പോഴും അമ്പലത്തിൽ കയറി നിരങ്ങുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ അമ്പലത്തിൽ പോകാൻ ഇഷ്ടമാണ്, ആ ഒരു പോസിറ്റീവ് എനർജി ഇഷ്ടമാണ്. അത് അമ്പലത്തിലായാലും പള്ളിയിൽ ഞാൻ പോകാറുണ്ട്. പള്ളിയിലായാലും ആ ഒരു ആംബിയൻസ്. അതിഭീകര വിശ്വാസിയുമല്ല, വിശ്വാസമാണ്, ദൈവവിശ്വാസിയാണ്. വീട്ടിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നവനാണ്. ഒക്കെ അതൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അതൊക്കെ കുറച്ചും കൂടി എന്താ വെച്ചാൽ നമ്മളിലല്ല എല്ലാം ഉള്ളത്. നമ്മൾ കുറച്ചും കൂടി ദൈവവിശ്വാസം സ്പിരിച്വലായി കഴിഞ്ഞാൽ കുറേ നെഗറ്റീവ് എനർജി നമ്മളെ വിട്ടു പോകും. അതുവരെ ഞാൻ ഫുൾ നെഗറ്റീവായിരുന്നു. നെഗറ്റീവ് ഓളി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് ഓളി പറയില്ല, ഞാൻ വെറുപ്പിക്കും, വെറുതെ എന്തെങ്കിലും പറഞ്ഞ് വെറുപ്പിക്കുന്നു വെച്ചാൽ ഉള്ളിൽ ഇതൊക്കെയല്ലേ പോകുന്നത്. ഈ പറയുന്ന ലഹരി വസ്തുക്കളും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നെഗറ്റീവ്. നമ്മൾ അമ്പലമില്ല, പള്ളിയില്ല, പോസിറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങളില്ല. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ നെഗറ്റീവിൻ്റെ അങ്ങേറ്റത്തോട് നശിച്ചു കൊണ്ടിരിക്കുമായിരുന്നു.